ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൃന്ദ അർജുൻ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. കാരണം ഇന്ന് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് മേക്ക് ഓവർ ബൈ ഡാനിയ എന്നാണ്. അപ്പോൾ ബേസിക്കലി ഇവർ എറണാകുളത്തുള്ളവരാണ്. ബ്രൈഡൽ മേക്ക് ഓവേഴ്സാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീമാട്ടോ. കാരണം ഇവരുടെ ഹെയർ ഡൂസ് ആൻഡ് സാരി ഡ്രേപ്പിംഗ് ആർ മൈ മോസ്റ്റ് ഫേവറേറ്റ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു സെമി ബ്രൈഡൽ ലുക്കാണ് ചെയ്യുന്നത്. നമ്മുടെ സാരി ആൻഡ് ബ്ലൗസ് വന്നിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് SH ഡിസൈൻസ് ആണ്. സോ ഇത് രണ്ടുപേരുടെയും ഇൻസ്റ്റാ IDs ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടപ്പള്ളിയിലാണ് നമ്മുടെ ഡാനി ആൻറ്റിയുടെ വീട്. സോ അവിടെ ചെന്ന് നമ്മൾ മേക്ക് ഓവർ ചെയ്ത് അവിടെ വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട്. ഇപ്പോൾ സമയം 4:30 വെളുപ്പിന്. കാരണം നമ്മൾ രാവിലെ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വന്നിട്ട് ഓഫീസിൽ പോകണം. സോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏകദേശം ഒരു 4-4:30 ആയപ്പോഴാട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നോക്കി ഒട്ടും വെളിച്ചം വന്നിട്ടില്ല. അതുകൊണ്ട് അച്ഛനാണ് എന്നെ കൊണ്ടാക്കിയത്. ഡാനിയൻ്റെ വീട് നമ്മളിന്ന് മേക്കപ്പ് ചെയ്യുന്നത് ഡാനിയൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് വന്നിട്ട് എടപ്പള്ളിയിലാണ് ഉള്ളത്. ഞാൻ കലൂരാണ്. പക്ഷേ ഒട്ടും വെളിച്ചം വരാത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ തന്നെ കൊണ്ടാക്കാം, തിരിച്ച് നീ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ കൊണ്ടാക്കി. യെസ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ എടപ്പള്ളിയിൽ ഡാനിയൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഡാനിയൻ്റെ ജസ്റ്റ് എന്നെ ഇവിടെ ആക്കിയിട്ട് താഴെ ഒന്ന് പോയിട്ടൊന്ന് ഫ്രഷ് ആവാൻ പോയേക്കാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ട്രാൻസിഷൻ വീഡിയോസ് എടുത്തു വെച്ചു നമ്മുടെ മേക്കപ്പിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നൊന്ന് സെറ്റൊക്കെ ആയി. അപ്പം നമ്മുടെ സാരി ഓൾറെഡി അയൺ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഉടുക്കണം. ബ്ലൗസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് പോയി റെഡി ആവാം അല്ലേ? ആൻറ്റിയുടെ ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം ഇതാണ് നമ്മുടെ ജാനി ആൻറ്റി. അപ്പം നമ്മളിന്ന് എന്ത് സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാനിയൻ്റെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. എനിക്കൊരു ചായ ഇട്ട് തന്നു കേട്ടോ. പിന്നെ പുള്ളിക്കാരി കൂട്ടത്തിൽ എന്ത് ഓർണമെൻറ്റ്സ്, ഏത് ടൈപ്പ് ഓർണമെൻറ്റ്സ് ആണ് ഇടേണ്ടതെന്നുള്ളതും ചൂസ് ചെയ്യാണ്. അപ്പം നമുക്ക് ലെൻസ് വെക്കണം എന്നായിരുന്നു പ്ലാൻ. ഒരു ഹേസൽ ഷെയ്ഡുള്ള ലെൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ സൊല്യൂഷൻ ലീക്കായി പോയതുകൊണ്ട് പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ലെൻസാണ് കേട്ടോ ഞാൻ എൻഗേജ്മെൻറ്റിനും യൂസ് ചെയ്തത്. അതുകൊണ്ട് ലെൻസ് ഇല്ലാതെയാണ് ഗൈസ് ഇന്നത്തെ ഷൂട്ട്. അപ്പോൾ ഇതാണല്ലേ നമ്മൾ ഇടാൻ പോകുന്നത്. ഓക്കെ, ഈ മോഡൽ ആരും ചെയ്യണില്ലല്ലോ, എല്ലാവരും ട്രഡീഷണൽ അല്ലേ ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ നമുക്കിതൊന്ന് വെറുതെ പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പോയി ബ്ലൗസൊക്കെ ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ ഡാനി ആൻറ്റി മേക്കപ്പ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ഡാനി ആൻറ്റിയുടെ സിസ്റ്ററായ ഡാലി ആൻറ്റി എനിക്ക് മുടി ക്രിംപ് ചെയ്ത് തരാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിന്ന് എടുക്കാൻ മറന്നുപോയി, എൻ്റെ ട്രൈപോഡ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത് അത്യാവശ്യം കുറച്ച് ടഫുള്ള കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഹെയർ ഓൾമോസ്റ്റ് നമ്മുടെ ഡാലിയൻ്റെ ക്രിംപ് ചെയ്ത് കഴിഞ്ഞു. ഫേസിൽ വന്നിട്ട് ഒരു ബേസ് മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. ഐ മേക്കപ്പ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു കോപ്പർ ഷെയ്ഡ്, ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡാണ് നമ്മൾ ഐസിന് കൊടുത്തേക്കുന്നത്. എൻ്റെ ഇപ്പോൾ ലാഷസ് വെക്കുകയാണ്. അപ്പോൾ കണ്ണ് നമ്മൾ ഇത്തവണ ഒരു സ്മോക്കി ഐസ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്മോക്കി ഐസ്. അതുകൊണ്ട് ഇത്തവണ ആൻറ്റി അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ലാഷസ് ഒക്കെ വെച്ചിട്ട് സെറ്റായി. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം നല്ല രീതിയിൽ ഫേസിലേക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട്. കറക്റ്റ് എൻ്റെ ഷെയ്ഡായി. അപ്പോൾ നമ്മളിനി ഹെയർ ഡു ചെയ്യാൻ പോവുകയാണ്. ഒരു പുട്ടപ്പ് ഹെയർ സ്റ്റൈലാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് ഇട്ടത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ മൂക്കുത്തിയും കൂടെ ആഡ് ചെയ്തു. എനിക്ക് മൂക്കുത്തി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു പ്രസ് ടൈപ്പാണ് ഇട്ടത്.
ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഹെയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഹെയർ ഫ്രണ്ടിൽ സൈഡ് പാർട്ടീഷനാണ് ചെയ്തേക്കുന്നത്, നടുക്ക് ചുട്ടി വയ്ക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഒരു ഹമ്പ് വെച്ചിട്ട് ലൈൻസ് ഇടുന്നുണ്ട്. ബാക്കിലേക്ക് ഒരു പുട്ടപ്പാണ് ആൻറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിയുടെ ഹെയർ സ്റ്റൈൽസ് എല്ലാം ഭയങ്കര യുണീക്കാണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ റീസെൻ്റായിട്ട് ആരെയും കണ്ടിട്ടില്ല. എത്ര നന്നായിട്ടാണ് ആൻറ്റി മുടി കെട്ടിത്തരുന്നത്, അത് നിങ്ങൾ പേജിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ടിലത്തെ മുടി നമ്മൾ ഇനി കുറച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഹമ്പ് വെച്ചിട്ട് ലൈൻസ് ഇടുകയാണ് ആൻറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ യുപിൻ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി വയ്ക്കുകയാണ്. എനിക്കിതിനെക്കുറിച്ചൊന്നും സയൻറ്റിഫിക്കായിട്ട് പറയാനറിയില്ല, പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പ് ഹെയർ സ്റ്റൈൽ ഇഷ്ടമുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പം നമ്മൾ ആ ലൈൻസ് ഇട്ടത് സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ യുപിൻസ് ആൻറ്റി ഇങ്ങനെ ഓരോന്നായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഹം പോർഷൻ ഫുള്ളും സെറ്റായി കഴിഞ്ഞു. ഇനി ബാക്കിൽ ആൻറ്റി പുട്ടപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ബാക്കിലത്തെ ഹെയർ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കിൽ അങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഫ്രണ്ടിൽ ഇങ്ങനെ ഹെയർ സൈഡിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ ഫ്രിഞ്ചസ് വെട്ടി വെച്ചതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്ന് സൈഡിലേക്ക് ആക്കാൻ. കാരണം അത് ഭയങ്കര കട്ടി കുറവാണ്. അതുകൊണ്ട് ആൻറ്റി ശരിക്കും പണിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഡാഡി ചേച്ചിയുടെ മോള് ഒലിവിയ. ഹായ്. അപ്പം നമ്മുടെ ഹെയർ ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ആൻറ്റി ബാക്കിൽ ചെയ്തിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് പോർഷനും കൂടെ ബാലൻസ് ഉണ്ട്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഹെയർ ബാക്കിലേക്ക് അത്ര വലിയ തിക്കൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ വോളിയം തോന്നുന്ന രീതിയിലാണ് ആൻറ്റി ഈ പുട്ടപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പും ഹെയറും കഴിഞ്ഞു. ഇനിയിപ്പോൾ സാരി ഉടുക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സാരി. ഒരു ക്രീം ഷെയ്ഡിൽ പീച്ച് കളർ ബോർഡറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് സാരി കാണാനായിട്ട്. സാരി ഉടുപ്പിച്ചിരിക്കുന്ന രീതിയാണേലും പെർഫെക്റ്റ് ആണ്. നല്ലോണം ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഡ്രേപ്പ് ചെയ്തേക്കുന്നത്. ബോഡി ഹഗ്ഗിങ് സാരി ഡ്രേപ്പിംഗ് എന്നാണ് ഈ ഒരു ഡ്രേപ്പിങ്ങിനെ പറയുന്നത്. ഇതിൻ്റെ ഒരു ട്രേഡ് സീക്രറ്റ് ഉണ്ടെന്നാണ് ആൻറ്റി പറഞ്ഞത്, പക്ഷെ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ആൻഡ് ബ്ലൗസ് ഒരു ക്യാപ് സ്ലീവ് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പ്യോർ ബ്രൈഡ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ നമ്മളിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർണമെൻറ്റ്സും വെയർ ചെയ്യാണ്. ഒരു ലോങ് ചെയിനും അതുപോലെ തന്നെ ഒരു ചോക്കർ പോലെ ഒരു നെക്ലേസും ആണ് ഇടുന്നത്. ദെൻ നമ്മൾ അരപ്പട്ട കെട്ടിയിട്ടുണ്ട് ആൻഡ് കമ്മലും ഉണ്ട്. ഒരു ചെറിയ ജുംകാസാണ് കേട്ടോ കമ്മൽ വന്നിട്ട്. അപ്പോൾ ഇനി ഒരു കമ്മലും കൂടെ ഇടാനുണ്ട്. പിന്നെ ഒരു പൊട്ടും കൂടെ കുത്തിയ എല്ലാം സെറ്റായി. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് ഈ ബേബി ഹെയർസൊക്കെ ഒന്ന് കേൾ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രധാന പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. യെസ്, നമുക്കിനി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം. ഞാൻ ബിഫോർ വീഡിയോ എടുത്തു വെച്ചതുകൊണ്ട് ആഫ്റ്റർ വീഡിയോസ് ക്യാമറയിൽ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള ഗാർഡനിലാണ് ഫസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ പോകുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ക്യാമറമാൻ്റെ പേര് ഹരിക്കുട്ടൻ എന്നാണ്.
അപ്പോൾ നമ്മുടെ ഹെയർ ഡോന് ഒരു ഫിനിഷിംഗ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇങ്ങനെ ബീഡ്സ് വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് കഴിഞ്ഞു. നമ്മൾ ആ ഗാർഡൻ ഏരിയയിൽ തന്നെ സ്ലോമോ വാക്കൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത് കൂടാതെ തന്നെ നമ്മൾ തൃക്കാക്കര അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അവിടെ പോയിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുത്തെ ഫോട്ടോസെല്ലാം നല്ല അടിപൊളിയായിരുന്നു, കാരണം ഒരു ട്രഡീഷണൽ ടച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു. എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ടോ എൻ്റെ മേക്കപ്പ് ചെയ്തിട്ട്? പിന്നെ സുന്ദരിയല്ലേ, നല്ല സുന്ദരി കൊച്ചാണ്, നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള, നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള സുന്ദരിയായിട്ടുള്ള ഒരു കൊച്ചാണ്. അപ്പൊ ഗായ്സ്, എന്റെ മേക്ക് ഓവർ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ ഏറ്റവും കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നത് ഈ കണ്ണിന്റെ അല്ലെങ്കിൽ ഈ ചുണ്ടിന്റെ ഭാഗത്തൊക്കെ ആയിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. സാരിയുടെ സ്റ്റൈലിന്റെ ബോഡി ഹഗ്ഗിങ് സാരി സ്റ്റൈലിംഗ് ഹഗ്ഗിങ് സാരി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ഷേപ്പിൽ എനിക്ക് സാരി ഉടുക്കാൻ പറ്റും എന്ന് ഞാൻ അറിഞ്ഞത് ഒന്നാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.